ശ്രീ ഹെൻറി ഓസ്റ്റിൻ. സാധാരണ കേരളത്തിന്റെ രാഷ്ട്രീയ ഇന്നലകൾ പരിശോധിച്ചാൽ മത സാമുദായിക സംഘടനകൾ ഏറ്റവും ചേർന്ന് നിന്നിട്ടുള്ളത് കോൺഗ്രസിനോടൊപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ അടക്കം നിർണയിക്കുന്ന ഇന്നലകളാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇപ്പോഴിതാ കോൺഗ്രസുമായി അടക്കം കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്ന സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചടിയാകാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയല്ലേ? ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. ഇത് മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങള് അതേപോലെ തന്നെ ഭൂരിപക്ഷ സമുദായവും ആ ഒരു സ്പെക്ട്രത്തിലുള്ള എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് ചേർത്ത് നിർത്താനാണ് UDF എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പ്രത്യേകിച്ചും അതിനെ കൂടുതൽ ശ്രദ്ധ വെച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. നമ്മള് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ ഭരണഘടനയിൽ തന്നെ ലിഖിതമായതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർക്കാനും സമത്വത്തിനും സാഹോദര്യത്തിനും വലിയ പങ്ക് വഹിക്കാനായിട്ടും നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ അവർക്ക് സുരക്ഷിതത്വം തോന്നുന്ന രാഷ്ട്രീയം UDF-ന്റേതും കോൺഗ്രസിന്റേതുമാണെന്ന് അവർ കാലാകാലങ്ങളായിട്ട് അവർക്ക് അത് തിരിച്ചറിവുണ്ട്. അവർ നമ്മളോടൊപ്പം അവര് കൂടുതലായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് മുൻ അനുഭവങ്ങൾ കാണിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ആശങ്കയൊന്നുമില്ല. എന്ന സംശയമാണ് ഞാൻ തുടക്കത്തിൽ തന്നെ താങ്കളോട് ചോദിച്ചത്. അറിയാം, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അതില്. കാരണം ഇത് പ്രചരണമാണ്. ഇപ്പൊ ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ അത്തരത്തിലൊരു പ്രചരണം നടത്തി ഇപ്പോൾ പെട്ടെന്ന് ഇപ്പൊ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് ഈ രാജ്യത്ത് പ്രത്യേകിച്ചും കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ചില ടോക്കണിസം കൊണ്ട്, ചില സ്നേഹ സന്ദർശനങ്ങൾ കൊണ്ടോ ചില ഉപചാരങ്ങൾ നൽകിയതുകൊണ്ടോ ഒന്നും ഇത് മാറുന്നില്ലല്ലോ. അടിസ്ഥാനപരമായിട്ട് ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ മതന്യൂനപക്ഷം കൃത്യമായിട്ടുണ്ട്. അത് ഞങ്ങളത് കൂടുതൽ വിവരിച്ച് അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം പോലുമില്ല. അതിനാ ഈ അടുത്ത് തന്നെ CBCIയുടെ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് എഴുതിയ കത്ത് അത് വളരെ വിശദമായി പറയുന്നുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവര്? ഇപ്പൊ ഇവിടെ കേരളത്തിലുള്ള ഒരു വലിയ ന്യൂനപക്ഷ വിഭാഗമാണ് ക്രൈസ്തവർ എന്ന് പറയുന്നത്. മുസ്ലിം വിഭാഗത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് ക്രൈസ്തവരാണ്. ഇപ്പൊ ക്രൈസ്തവരെ ഈ രാജ്യത്ത് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയെ വളരെ കൃത്യമായിട്ട് വിവരിച്ചു കാട്ടുന്ന ഒരു കത്താണല്ലോ CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് എഴുതിയിരിക്കുന്നത്. അതിലെ ഇന്ത്യൻ ഭരണഘടന തന്നെ അപകടത്തിലാണ്. ലോകത്തെ ഏറ്റവും മികച്ചൊരു ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ വളരെ കൃത്യമായിട്ട് വിവരിക്കുകയും ആലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടന, ആ സംരക്ഷണവും സുരക്ഷിതത്വവും ഇന്ന് ചലഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ആശങ്കയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായും ആശങ്ക പങ്കുവെക്കുമ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ മാർ ജോർജ് ആലഞ്ചേരിക്ക് ശേഷം ചുമതല ഏറ്റ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ പോയി സന്ദർശിച്ച സാഹചര്യമുണ്ടാകുന്നു, മാർ റാഫേ തട്ടിൽ. അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ രാജ്യത്തെ തന്നെ വിവിധ സഭകളുടെ അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ ഒരു സ്നേഹവിരുന്ന് നൽകുകയും ഒക്കെ ചെയ്യുന്നു. ആ സ്നേഹവിരുന്നിലടക്കം ഈ സഭാധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ താങ്കൾ ഈ സൂചിപ്പിച്ച ആൻഡ്രൂസ് താഴത്തിൽ ലേഖനത്തിൽ പറയുമ്പോൾ പോലും BJPയെ മാറ്റി നിർത്താനോ BJPയോട് ഐത്തം പുലർത്തേണ്ടതുണ്ട് എന്ന് തുറന്നു പറയാനോ ഒന്നും ഈ സഭാ നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നത് വസ്തുതയല്ലേ? അതില് അത്ഭുതപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചെന്ന് കാണുക എന്നുള്ളത് ഏതൊരു വിഭാഗത്തിന്റെയും ഒരു അർഹതയ്ക്കുള്ളൊരു അംഗീകാരമല്ലേ? അതില് ഇത് അത്ഭുതപ്പെടാൻ എന്തായിരിക്കുന്നത്? കാരണം നമ്മൾ അത്തരത്തിലൊരു ക്ഷണം ലഭിക്കുമ്പോൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന സഭയെയും അവർ ഈ ഒരു ന്യൂനപക്ഷ സമുദായത്തെയും പ്രതിനിധാനം ചെയ്യുന്ന സമുദായ നേതാക്കന്മാര് അവരെ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടാണല്ലോ അവിടെ ചെല്ലുന്നത്. അവസരങ്ങളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കൺസേൺസ് പറയാനുള്ള വേദി കൂടിയാണ്. തീർച്ചയായും റാഫേൽ തട്ടിൽ ചുമതലയേറ്റതിന് ശേഷം വളരെ പെട്ടെന്ന്, താങ്കൾക്കറിയാമല്ലോ അദ്ദേഹം എന്നാണ് ചുമതലയേറ്റത് എന്നറിയാം, ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം
പ്രധാനമന്ത്രിയെ പോയി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സ്നേഹവിരുന്നിലേക്ക് BJP ക്ഷണിച്ച് എത്തുന്നു. അതിൽ താങ്കൾ പറഞ്ഞ ഒരു സാങ്കത്യം നിലനിൽക്കും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. ഇന്ന് പാർലമെന്റിൽ നടന്നത് രണ്ടാം നരേന്ദ്രമോദിയുടെ അവസാനത്തെ പ്രസംഗമാണ്. ഇനി ഒരു കാവൽ സർക്കാരിലേക്ക് പോവുകയാണ് സർക്കാർ. അടുത്ത മാസം ആദ്യം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടുത്ത പ്രധാനമന്ത്രി ആര് എന്നതൊക്കെ ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ അറിയേണ്ടത്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയൊരു സർക്കാർ രൂപീകൃതമാകാൻ ഇരിക്കുമ്പോൾ ഇത്രമേൽ തിടുക്കത്തിൽ പ്രധാനമന്ത്രി അടക്കം കാണാൻ തയ്യാറാകുന്നു സഭാ നേതൃത്വം എന്നതാണല്ലോ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. രാഷ്ട്രീയമാണ്. ഒരു ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴുള്ള ഇലക്ട്രൽ രാഷ്ട്രീയത്തിന്റെ വിവിധ തന്ത്രങ്ങളാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനായിട്ടാണല്ലോ BJP എല്ലാ സംസ്ഥാനങ്ങളിലും ശ്രമിക്കുന്നത്. കേരളത്തിൽ അവർക്ക് വളരെ കൃത്യമായിട്ട് ഒരു പ്ലാൻ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ അവർക്കറിയാം, ഇപ്പൊ ഇത്രയും വർഷത്തെ NDAയുടെ ഇവിടെ നമുക്കറിയാം BDJS അടക്കം ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയെ കൂടെ ചേർത്ത് ഒരു പരീക്ഷണം നടത്തി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും കാര്യമായ ഫലപ്രാപ്തി ഉണ്ടായില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും വിഭാഗങ്ങളെയും കൂടി അടർത്തി മാറ്റിയാൽ മാത്രമേ കേരളത്തിൽ BJPയുടെ രാഷ്ട്രീയത്തിന് പച്ചപിടിക്കാൻ സാധിക്കുള്ളൂ എന്നൊരു തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇലക്ട്രൽ മനൂറിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ സഭയുടെ ഒരു വിഭാഗത്തെങ്കിലും ചേർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു ആശങ്കയുമില്ല. ഒരു പിതാവ് ഇപ്പോ തട്ടിൽ പിതാവ് ചെന്ന് പ്രധാനമന്ത്രിയെ കണ്ടതുകൊണ്ട് സിറിയൻ സഭയെ അല്ലെങ്കിൽ സഭാവിശ്വാസികൾ എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് BJPയിലേക്ക് ചേരുമെന്ന് യാതൊരു ആശങ്കയും കോൺഗ്രസിനും UDFനും ഇല്ല. കാരണം അത് കാലാകാലങ്ങളിലായിട്ട് BJPയുടെ രാഷ്ട്രീയം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കറിയാം. അതിന്റെ ആശങ്കകളാണല്ലോ 2 ദിവസം മുമ്പ് നമ്മളെ BCCIയുടെ പ്രസിഡന്റിന്റെ കത്തിലൂടെ പുറത്തു വന്നത്. ഒരു ദിവസം ശരാശരി 2 ക്രൈസ്തവർ ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട്. രണ്ടുപേര് ശരാശരി 742 ഇൻസിഡൻസ് ആണ് ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. മണിപ്പൂരിലെ കണക്ക് കൂട്ടാതെയാണത്. മണിപ്പൂര് മാത്രം 256 ചർച്ചസ് ഇവര് ഗോത്രങ്ങൾ തമ്മിലുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ പോലും അവിടെ ക്രൈസ്തവ സഭയാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ആർക്കും അറിയാത്തത്. 256 ചർച്ചസ് അവിടെ. ഇപ്പോൾ വിചിത്രമായ ഒരു കാര്യം നമ്മൾ കാണുന്നത് UPയിലും ഡൽഹിയിലും പഞ്ചാബിലും കർണാടകത്തിലും ഒക്കെ ക്രിസ്മസ് സമയത്ത് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും കേസ് എടുക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാലോ, ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിസ്ത്യൻ സെലിബ്രേഷൻ മാത്രമാണോ? ഇവിടെ സ്റ്റാർ തൂക്കുന്നത്, ഇവിടെ എല്ലാ വീടുകളിലും നക്ഷത്രവിളക്കുകൾ തൂക്കുന്നത്, അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ വിവേചനമില്ലാതെ കേരളത്തിൽ എല്ലാവരും നക്ഷത്രവിളക്കുകൾ തൂക്കാറില്ലേ? ഓണം എല്ലാവരുടെയും ആഘോഷമായതുപോലെ തന്നെ ക്രിസ്മസും ഈ നാട്ടിന്റെ ബഹുസ്വരതയുടെ ആഘോഷമാണ്. അതൊരു ക്രൈസ്തവ ആഘോഷം മാത്രമല്ല. പക്ഷെ അതിന് പോലും വികലമായ രീതിയിൽ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് അത് സംഘടിപ്പിക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ കേസ് എടുക്കുകയാണ് ഈ രാജ്യത്തുനിന്ന്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ മതപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ആളുകൾ ഇടിച്ചു കയറുന്നു, അവിടെ മതപരിവർത്തനം നടത്താനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരോപിച്ചുകൊണ്ട് അവിടെ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ എത്ര വിപുലമായ എത്രയോ സംഭവങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഈ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം.